ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ലേഡി ഹാർഡൻ ഹോസ്പിറ്റലിൻ്റെ അക്കോമഡേഷൻ്റെ പുറകുഭാഗത്താണ്. ഒരുപാട് മാങ്ങ ഉള്ള വളരെ മനോഹരമായ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള പച്ചപ്പാൽ പൊതിഞ്ഞ പ്രദേശം. അതെ, എറിയുന്ന കമ്പുകളെല്ലാം മേലെ തങ്ങിയിരിക്കുകയാണ്. അങ്ങനെ എറിഞ്ഞ രണ്ടുപേരും നിരാശരായിട്ട് നിൽക്കുകയാണ്. ഒരാൾ വടി തേടുന്നു എറിയാൻ വേണ്ടി, വേറൊരാൾ എറിഞ്ഞ വടി മേലെ പോയിട്ട് എന്താ താഴോട്ട് വരാത്തതെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നെയും എറിയാനുള്ള ആർജവത്തോടുകൂടി അത് വീണ്ടും ഒരു കമ്പൂടെ എടുത്തിരിക്കുകയാണ് അബി ഇപ്രാവശ്യം കുറഞ്ഞത് 4-5 മാങ്ങയിൽ വിടുമെന്നുള്ള ലക്ഷ്യത്തോട് താട്ട് പിന്നെ എറിഞ്ഞിരിക്കുന്നു. യെസ്, പോയ കമ്പ് തിരിച്ചു വന്നില്ലെങ്കിലും 2 മാങ്ങയാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത്. എറിഞ്ഞ കമ്പ് അവിടെ മേലെ കുടുങ്ങിയിരിപ്പുണ്ട്. 2 മാങ്ങ കിട്ടിയിരിക്കുന്നു. മാങ്ങയും എടുത്തുകൊണ്ട് കൂടി 2 മാങ്ങയുമായിട്ട് താണ്ട് അബി കടന്നു വരികയാണ്. അബിക്ക് അങ്ങനെ ടോട്ടൽ കിട്ടിയിരിക്കുന്ന 3 മാങ്ങയാണ്. ഏകദേശം 10-20 വട്ടം 4 മാങ്ങ കിട്ടിയിരിക്കുന്നു. 4 മാങ്ങയിൽ 1 മാങ്ങ കേടാണോ എന്നൊരു സംശയം. ചെറുത്തിയ കറുത്ത പുള്ളികൾ വീണിട്ടുണ്ട്. ഇല്ല, കേടല്ല. മാങ്ങയുടെ ഡിസൈൻ അങ്ങനെയാണ്, നാച്ചുറലി. അപ്പം അമ്പാടിയാണ് അടുത്ത് ഈ മാങ്ങ എറിഞ്ഞിട്ടേ പോകുമെന്നുള്ള ആവേശത്തോടു കൂടി എത്തിയിരിക്കുകയാണ് അമ്പാടി മാവിൻ്റെ റൈറ്റ് വശത്തും നമ്മുടെ അബി നിൽക്കുന്നത് ലെഫ്റ്റ് വശത്തുമാണ്. പിന്നെയും അബി എറിയുന്നു. ഇപ്രാവശ്യം നേരത്തെ ആരോ എറിഞ്ഞ് ഒളിപ്പിച്ചു വെച്ചിരുന്ന കമ്പ് താഴെ വീണിരിക്കുന്നു. അബി എറിഞ്ഞ മുട്ടൻ കമ്പ് മേലെ കുടുങ്ങിയിരിക്കുന്നു. വളരെ ഈസി ആയിട്ട് അതാ വേറൊരു കമ്പൂടെ വീണിരിക്കുന്നു. ആരോ എറിഞ്ഞ് ഒളിപ്പിച്ചു വെച്ചിരുന്ന കമ്പ്. അയ്യോ, മിസൈലിനേക്കാളും വേഗത്തോടു കൂടി അമ്പാടി എറിഞ്ഞിരിക്കുന്ന കമ്പ് തലയ്ക്ക് മീതെ കൂടെ പറന്ന് അപ്പുറത്തെ വീട്ടുമുറ്റത്ത് പോയി കിടക്കുന്നു. പിന്നെയും അബി ട്രൈ ചെയ്യുകയാണ്. അബി പ്രാവശ്യം കുറഞ്ഞ 4 മാങ്ങ വന്നില്ലെങ്കിലും കമ്പ് തിരികെ വന്നു. കൂട്ടത്തിൽ 5-6 കരിയിലയും താഴെ വീണിട്ടുണ്ട്. ഇതിലൊന്നും തളരാതെ പൂർണ്ണമായുള്ള പോരാട്ട വീര്യത്തോടു കൂടി അബിയും അമ്പാടിയും മത്സരിച്ച് മാങ്ങ എറിഞ്ഞിടുകയാണ്. നാട്ടുകാരെ, കൂട്ടുകാരെ, വീട്ടുകാരെ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചില കൗതുകങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെയും ക്ഷണിക്കുന്നു എവിടേക്ക്. ആ കമ്പ് തിരിച്ചു വന്നിരിക്കുന്നു. ഈ അബി കമ്പ് തേടുകയാണ്. സ്ഥലം അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഈ കാട്ടിൽ എവിടെയൊക്കെ പാമ്പുകളുണ്ടെന്നോ എവിടെയൊക്കെ വിഷജീവികളൊക്കെ ഒളിച്ചിരിപ്പുണ്ടോയെന്നോ ഒന്നും അറിയത്തില്ല. ഇവിടെ അങ്ങനെ ആൾതാമസമൊന്നും ഇല്ലാത്തതാണ്. പക്ഷെ അങ്ങ് ദൂരെ ആ ക്വാർട്ടേഴ്സിൻ്റെ അവിടെ ആരോ കോണൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ആളുകൾ താമസിക്കുന്നുണ്ടെന്നാണ്. അതെ, അമ്പാടി പിന്നെയും ട്രൈ ചെയ്തിരിക്കുന്നു. അമ്പാടിയുടെ ഏറിൽ അമ്പാടി എന്തുദ്ദേശിച്ചാണ് അമ്പാടി എറിയുന്നത്? ആണോ? 2 മാങ്ങ ഇടാൻ വേണ്ടിയിട്ട് കുറേ നാളെതാണ്ട്. അതെ, വീണിരിക്കുന്നു. ഇപ്പം വിജയിയായി നിൽക്കുന്നത് നമ്മളുടെ അബിയാണ്. അബി യുവതാരം, തരംഗം, ജനങ്ങളുടെ പ്രത്യേകിച്ച് യുവതികളുടെ ഹരമായിട്ടുള്ള ഗെയിമർ. അതേ, വീണിരിക്കുന്നു. അമ്പാടി പൂർണ്ണ ശക്തിയോടുകൂടി എറിഞ്ഞ് മാങ്ങ 2 കഷ്ണമാക്കി പിളർത്തിയിട്ടിരിക്കുന്നു. ഉപ്പ് തൊട്ട് നക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാക്കിയിരിക്കുകയാണ് അമ്പാടി ഇനി ഇങ്ങനെ എറിയരുത് എന്നാണ് എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ്. അങ്ങനെ 3-3.5 മിനിറ്റുകളായിരിക്കുന്നു ഞങ്ങളിവിടെ അതികഠിനമായിട്ട് പരിശ്രമിക്കുകയാണ്. നാട്ടിലെങ്ങും ഇല്ലാത്ത സാധനമാണെന്ന് തോന്നുന്നു. കറിവേപ്പില, അടിപൊളി കറിവേപ്പില, വിഷമിടാത്ത കറിവേപ്പില, നല്ല പച്ചപ്പുള്ള സ്ഥലം. ഇത് പണ്ട് ആരൊക്കെയോ ഇവിടുത്തെ സ്റ്റാഫുകൾ യൂസ് ചെയ്യുന്ന ക്വാർട്ടേഴ്സാണ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്, ഞാനിവിടെ നിൽപ്പുണ്ട്, എൻ്റെ തലയിലൊന്നും വലിച്ചെറിയരുത്. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ആ ടെറസിൽ കയറി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മാങ്ങ ഉലുത്തിയിടാവുന്നതാണ്. ആ ടെറസിൽ കയറാനുള്ള ഏതെങ്കിലും ഒരു വഴി ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വെപ്പ്. പിന്നെയും അബി ഉന്നം വെച്ച 2 മാങ്ങയും വീണില്ല. മാവിൻ്റെ കൊമ്പിൽ തട്ടി മാവിൻ്റെ കൊമ്പ് 2-3 വട്ടം ഒന്ന് ആടി ഉലഞ്ഞതല്ലാതെ മാങ്ങകളൊന്നും തന്നെ താഴേക്ക് വീണിട്ടില്ല. കമ്പ് തപ്പി നടക്കുന്ന അമ്പാടി എറിഞ്ഞിട്ട മാങ്ങ പിന്നെ അമ്പാടി മാറിക്കോ, ഓടിക്കോ, താണ്ട് കമ്പ് വരുന്നു. അമ്പാടിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ആ കമ്പ് വീണ് അബി എറിഞ്ഞത്. അതൊരു നിയർ മിസ്സായിട്ട് നമുക്ക് പരിഗണിക്കാം. അത് പ്രഹരണശേഷി കുറവായതിനാൽ അതെ, ഇപ്രാവശ്യം വീണിരിക്കുന്ന കമ്പ് തന്നെ. അതിലൊന്നും തളരാതെ പിന്നെയും അബി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബി ഉന്നം വെച്ചത് ഇപ്രാവശ്യം മാവിൻ്റെ കൊമ്പിനേക്കായിരുന്നു. കൊമ്പിൽ ആ കമ്പ് തങ്ങിയിരിക്കുകയാണ്. ഇനി ആ കമ്പ് എറിഞ്ഞിടാൻ വേണ്ടി വേറെ കൊമ്പ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കമ്പ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അമ്പാടിയും അബിയും തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്.
പിന്നെയും പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ വീടിനടുക്കൽ ഇങ്ങനൊരു മാവുണ്ടെങ്കിൽ നിങ്ങൾ കാത്തിരിക്കരുത്.